ചേച്ചി 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 ചേട്ടൻ വന്നു. ചേട്ടനോ? അതേനെ, ചേച്ചിയുടെ വിനുചേട്ടൻ. എന്റെ വിനുവേട്ടനോ? പിന്നെ ചേച്ചിയുടെ ഭാവി വരൻ. അതൊക്കെ പിന്നെ. ചേട്ടൻ പഴയതിനേക്കാൾ സുന്ദരനായിരിക്കുന്നു. നീ പോടി. നീ നോക്കി. എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? വിനു വരും, നീയല്ലേ ചേടാ, അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളെയാണോ അതോ യമനെയാണോ? മാലിനി, നിങ്ങൾ ഇനി ജോലി ചെയ്യേണ്ടെന്നാ പ്രൊപ്പറേറ്റർ പറഞ്ഞത്. എന്താണ് സാർ? അത് നേരിട്ട് ചോദിച്ചാലേ അറിയാവൂ. യെസ്. എന്താണ് സാർ എന്നോട് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞത്? ശമ്പളം വാങ്ങിക്കുന്ന കൃത്യനിഷ്ഠ ജോലി ചെയ്യുന്ന കാര്യത്തിലും വേണം. ഞാൻ വരാൻ അല്പം താമസിച്ചു പോയി. ദിവസവും അങ്ങനെയാണല്ലോ. ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ ഫാക്ടറി നടത്തി പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല ഞാനിത് നടത്തുന്നത്, നിങ്ങളെ പോലുള്ളവർക്ക് ജീവിക്കാൻ കൂടിയാണ്. എല്ലാം അറിയാം സാർ. പക്ഷേ ഞാൻ വരാൻ താമസിച്ചത് എന്താണെന്ന സത്യം അങ്ങ് അറിയാത്തത് കൊണ്ടാണ് എന്നോട് കോപിക്കുന്നത്. എന്താ അത്രയ്ക്ക് വലിയ സത്യം? എന്നെ എന്റെ ഭർത്താവ് ഉപേക്ഷിച്ച ദിവസമാണിന്ന്. എല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി അല്പം സമയമെടുത്തു. മാലിനി, എനിക്കിന്നു മുതൽ മനസ്സിന് സ്വസ്ഥതയുണ്ട് സാർ. ഞാൻ ഇനി ഒരിക്കലും താമസിച്ചു വരില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യൂ. എന്നാലും അവൻ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനായി പോയല്ലോ മോളെ. പോട്ടമ്മേ, ആ ദുഷ്ടൻ എനിക്കൊരു പാപഭാരമായിരുന്നു. എന്റെ തലയിൽ നൊഴിഞ്ഞു കിട്ടിയല്ലോ എന്ന ആശ്വാസമാണ് എനിക്കിപ്പോ. എല്ലാം തികഞ്ഞൊരു പുരുഷനെ ഈ ലോകത്ത് കിട്ടിയെന്ന് വരില്ല മോളെ. നീ അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനെ നന്നാക്കിയെടുക്കാമായിരുന്നു. എങ്ങനെ നന്നാക്കാൻ അമ്മേ? രാത്രി മുഴുവൻ അയാൾ വേശ്യാലയങ്ങളില്ല. എല്ലാം കഴിഞ്ഞു മൂക്കറ്റം കുടിച്ച് വീട്ടിൽ കയറി വരും. എന്നിട്ട് എന്നെ സംശയം വെച്ചുകൊണ്ട് ചവിട്ടുകയും തല്ലുകയും ചെയ്യും. ഒരു ചവിട്ടുമെത്തേക്കാൾ എല്ലാം സഹിച്ചമ്മേ. നീ ഈ സത്യം നിന്റെ വീട്ടിൽ അറിയിക്കാൻ എന്താ? ഒരു ഭാര്യയായി തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഒരു ദിവസം ഞാൻ അയാളെ എതിർത്തപ്പോഴാണ് എന്നെ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയത്. അമ്മ ഇപ്പൊ എന്ത് പറയുന്നു? എനിക്കിനി ഒന്നും പറയാനില്ല മോളെ. വീണേ, ഈ ഷൂ ആരുടേതാ? അമ്മയുടേത്. അമ്മയുടേതോ? അതേനെ. ഈ കഥയിൽ കിടക്കുന്ന പാന്റും ബനിയനും അച്ഛൻ്റെതാ. അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാ മര്യാദയ്ക്ക് മറുപടി പറയൂ. പിന്നല്ലാതാരാ ഇത്ര ധൈര്യമായിട്ട് ഈ മുറിക്കകത്ത് കയറി വരുന്നത്? ഈ പൂമേനിൽ സാരി ഉടുപ്പിക്കേണ്ടത് ഞാനല്ലേ? എന്തേ കാണിക്കുന്നു? പോകുന്നുണ്ടോ ഇവിടുന്ന്? അങ്ങനെ അങ്ങ് പോകാൻ പറ്റൂ? വിടൂ ചേട്ടാ. എന്താ ഇത്? എന്തേ കാണിക്കുന്നത്? അച്ഛൻ എന്നെ വിളിച്ചോ? എന്താ അവിടെ ഒരു ബഹളം? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ കൂവി വിളിച്ചത്? എന്താ പിന്നെ ഷോക്ക് അടിച്ചോ? സൂക്ഷിച്ചില്ലെങ്കിലേ ഷോക്ക് അടിക്കും. ആഹാ, അമ്മാവി ഇത്ര നേരം അടുക്കളയിലായിരുന്നോ? പ്രായമായ ഇവളുമാരെ ഇവിടെ കസേരയിൽ എടുത്തിട്ട് അമ്മാവി എന്തിനാ ജോലി എടുക്കുന്നത്? ഇക്കണക്കിന് ചേച്ചിയെ കല്യാണം കഴിച്ചാ ചേച്ചി തൊലഞ്ഞത് തന്നെ. ചേച്ചി വിട്ടുകൊടുക്കരുത് കേട്ടോ. ഒന്നും മിണ്ടാതിരിടി. പിന്നാട്ടെ ദേ കാപ്പി.
വിടു ചേട്ടാ. ഇവനെ നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, കല്യാണത്തിന് മുൻപ് നമ്മൾ അതിര് കടക്കരുത്. ദേ, സ്നേഹത്തിന് അതിർത്തിയില്ല. എന്നായാലും നീ എന്റെ ഭാര്യ കണ്ടോളാണ്. വരൂ. അതിന് ഞാൻ തയ്യാറല്ല. വരാനാ നിന്നെ വിടു ഞാൻ ചേട്ടാ, വിടാൻ. നീ എവിടെ പോകുന്നു? എന്താ മോനെ? ഏയ് ഒന്നുമില്ല. പിന്നെ ഈ പെട്ടിയൊക്കെ ആയിട്ട് അവൻ പോകുന്നു. പോകുന്നോ? ആ അതെ, ഇവിടുത്തെ താമസം എനിക്കിഷ്ടമല്ല. ചേട്ടാ, കാപ്പി. നിനക്ക് തോന്നുമ്പോ തന്നാ മേടിക്കാൻ എന്നെ കിട്ടില്ല. അമ്മേ, വരൂ. ഓ, അതാണോ? വീണേ, ഉം. വിനോദിനോട് നീ എന്തെങ്കിലും കൊള്ളിവാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തുണ്ടായെന്ന് പറയടി. നീ അകത്തേക്ക് പോടി. എന്റെ മോള് മാനമുള്ളതാടി. കാര്യമൊക്കെ ശരിയാ, അവൻ ദേഷ്യപ്പെട്ടാ പോയിരിക്കുന്നത്. നീ വിഷമിക്കാതെ. ഞാൻ നാളെ തന്നെ ദേവമ്മയുടെ അടുത്ത് പോയി കല്യാണത്തിനുള്ള ഏറ്റവും അടുത്ത മുഹൂർത്തം ഉറപ്പിച്ചിട്ടേ വരും. വിനോദ് പോന്നിട്ട് 3 ദിവസമായെന്നോ? അതെ ദേവമ്മേ, പിന്നെ അങ്ങോട്ട് പോകാനോ? അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഓ, കൊച്ചിയിൽ അവനൊരു ജോലിക്കാര്യം പറഞ്ഞിരുന്നു, ചിലപ്പോ അങ്ങോട്ട് പോയിരിക്കും. ഏതായാലും അവൻ വന്നോട്ടെ. നമുക്കൊരു ജോത്സ്യരെ വരുത്തി വിവാഹത്തിന് പറ്റിയ ഒരു ദിവസം നിശ്ചയിക്കണം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അല്ലത് തന്നെ, അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോ ആ ചടങ്ങ് ഇതിനു മുമ്പ് നടത്തേണ്ടതായിരുന്നു. ചേട്ടാ, പാല്. വേണ്ട. പിന്നെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അല്ല, എന്നോട് പിണക്കാണോ? ഉം. ആവശ്യമുള്ളത് ആവശ്യപ്പെടുമ്പോൾ കിട്ടണമെന്നല്ലേ പറഞ്ഞത്? ഇനിയെല്ലാം ചേട്ടന് അവകാശപ്പെട്ടതാണ്. ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വേണം. അന്ന് ഞാൻ ചേട്ടനെ എതിർത്തവളാണ്. ഇന്ന് ഞാൻ ചേട്ടനെ കീഴടങ്ങിയിരിക്കുന്നു. എന്നെ തന്നെ ഞാൻ ചേട്ടന് കാഴ്ചവെക്കുന്നു. ചേട്ടന്റെ സന്തോഷം മാത്രമാണ് ഇനി എന്റെ ജീവിതം.